പേരാമ്പ്ര കൊയിലാണ്ടി നിയോജക മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂം വിവാദത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ്. ഭരണാധികാരികൾക്കെതിരെയുള്ള നടപടി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ MLA കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വിവാദമായിരുന്ന സംഭവമാണ് പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട വിഷയം. അതിൻ്റെ നിയമപോരാട്ടം ഇപ്പോഴും തുടരുകയാണ് UDFും കോൺഗ്രസും എല്ലാം. അന്ന് അതിന് മുൻനിരയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത് DCC അധ്യക്ഷൻ കൂടിയായ കൊയിലാണ്ടി MLA അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ്. എങ്ങനെയാണ് ഇപ്പോഴതിൻ്റെ ഒരു സ്ഥിതി, എന്താണ് ആ കേസിൻ്റെ? അത് അടുത്ത അതിൻ്റെ ഹിയറിംഗ് വാദങ്ങൾക്ക് ജൂൺ 3-നാണ്. ആ നടപടിയുമായി മുന്നോട്ട് പോകും. അന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിലുണ്ടായ അനാസ്ഥയാണ്, ചട്ടലംഘനമാണ്. അതിനെതിരെയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അങ്ങെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണോ പുതിയ ഒരു സ്ഥാനചലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? അല്ല, കളക്ടർമാർ 6-7 സ്ഥലത്ത് മാറിയുടെ ഭാഗമായിട്ട് മണ്ഡപം ഞങ്ങൾ ഈ സ്ട്രോങ് റൂം തുറക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കാര്യത്തിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ആ കാര്യത്തിൽ കൃത്യമായ ചട്ടലംഘനം നടത്തിയ, ഒരുപക്ഷെ ജനമനസ്സുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങൾ നടപടി ആവശ്യപ്പെട്ടത്. ആ നിയമ പോരാട്ടമായി ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അത് വിട്ടിട്ടില്ല, ഒരിക്കലും വിടുകയില്ല, ഒരിക്കലും വിടില്ല. കാരണം അത് ആവർത്തിക്കാൻ പാടില്ല. ജനാധിപത്യത്തിൽ അത് ആവർത്തിക്കാൻ പാടുന്ന കാര്യമാണ്. ജനാധിപത്യ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ജില്ലയിലെത്തുന്ന VD സതീശന് കോഴിക്കോട് പൗരാവലി ഇന്ന് സ്വീകരണം നൽകും. വൈകിട്ട് 4:30 കോഴിക്കോട് ബീച്ച് സമുദ്ര ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഉച്ചകഴിഞ്ഞാണ് മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നത്. 3 മണിക്ക് RJD സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്നാണ് VD സതീശൻ കോഴിക്കോട് പൗരാവലിയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുക. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ MLA കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പെരുന്നാൾ ദിനമാണ്, വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ട്. ഞങ്ങളൊരു വലിയ ഗ്രൗണ്ടിൽ ആയിരങ്ങളെ ചേർത്ത് അതിൽ സ്വീകരിക്കണം ആഗ്രഹിച്ചത്. പക്ഷേ ഈ 2 സാഹചര്യം കൊണ്ട് ഒരു പൗരസ്വീകരണം ഒരുക്കുന്നത്. ആ പൗരസ്വീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയാണ്. അതിൽ ഈ നഗരത്തിലെയും ഈ ജില്ലയിലെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാ, ആത്മീയ രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കും. വൈകുന്നേരം 4:30 മണിക്ക് സമുദ്ര ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലാണ് പരിപാടി. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗവർണറെ കണ്ട് ഇന്ന് രാജി സമർപ്പിച്ചേക്കും. സിദ്ധരാമയ്യയ്ക്ക് പകരം രാജ്യസഭാ സീറ്റോ മന്ത്രിസ്ഥാനമോ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അധ്യക്ഷസ്ഥാനവും സിദ്ധരാമയ്യ പക്ഷത്തിന് നൽകുമെന്നാണ് സൂചന. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും കർണാടകയിൽ ഒരു നേതൃമാറ്റത്തിലേക്ക് കടക്കുമ്പോൾ സിദ്ധരാമയ്യ ഇന്ന് രാജി സമർപ്പിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതോടെ സിദ്ധരാമയ്യയ്ക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്ത്? കർണാടകയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവാണ് സിദ്ധരാമയ്യ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനു പിന്നാലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി വരുമെന്നാണ്. പിന്നീടായിരുന്നു രണ്ടുപേർ തമ്മിലുള്ള പരസ്പര ധാരണയുടെ, DKയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുടെയും പരസ്പര ധാരണ പ്രകാരം സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയായി മാറുന്നത്. പിന്നീട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞാണ് സിദ്ധരാമയ്യ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ആ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഒഴിയുന്നത്. തുടർച്ചയായി തന്നെ ഡൽഹിയിൽ ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ചർച്ചയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ധരാമയ്യ ഇന്ന്